ഹായ് നമസ്കാരം. ഊട്ടിയിലെത്തിയ പിറ്റേ ദിവസം രാവിലെ തന്നെ ഗോവ യാത്രയുടെ 2-ാം ദിവസമാണ്. ഗോവയിലേക്ക് പോകാനായിട്ട് ഊട്ടിയിൽ വന്ന് തങ്ങി രാവിലെ തന്നെ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്നലെ വന്ന് തങ്ങിയത് ഞാൻ പറഞ്ഞൊരു ഓൾഡ് ബ്രിട്ടീഷ് ബംഗ്ലാവിലാണ് തങ്ങിയത്. അപ്പോൾ അതിൻ്റെ മുൻവശമൊക്കെ നല്ല ഗാർഡനൊക്കെ പിടിപ്പിച്ച് നല്ല ഇതൊക്കെയുണ്ട്. രാവിലെ തന്നെ നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ്. അപ്പോൾ രാവിലെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഞാനിങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു. ഇതാണ് ബംഗ്ലാവ്. നല്ല ഒരു ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. കാരണം നമുക്ക് ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താങ്ങാൻ പറ്റും. കുട്ടികളൊക്കെ അതുകൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ടുള്ള ഉറക്കത്തിലാണ്. അപ്പോൾ അവരെല്ലാം ഒന്ന് വിളിച്ചെണീപ്പിച്ച് അതൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എത്രയും വേഗം വയനാട് എത്തണം. കുട്ടികളെല്ലാം ഒരുങ്ങി റെഡിയായി വന്നു. അവർ തോട്ടത്തിൽ കൂടെ നടക്കണം, പൂക്കളൊക്കെ കണ്ട് നടക്കുകയാണ്. അപ്പം നല്ലൊരു ഭംഗിയുള്ള പ്രോപ്പർട്ടി. അപ്പം ഇവിടെ വന്നുകൊണ്ടൊരു ഗുണം ഉണ്ടായതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് തങ്ങാനൊരു നല്ലൊരു സ്ഥലം, അവരുമായിട്ട് നല്ലൊരു കണക്ഷനെ, നല്ല ജീവനക്കാരും. അപ്പോൾ കുട്ടികൾ തോട്ടത്തിലൂടെ തണുപ്പ് മാറാനായിട്ട് ഓടി നടന്ന് അവർ കളികളിലൊക്കെയാണ്. പൂക്കളൊക്കെ കണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അപ്പം ഇന്നത്തെ ഉദ്ദേശം നേരെ വയനാട് പിടിക്കുക. വയനാട് ചെന്ന് ഓഫീസിന് പണി നടക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒന്ന് ചെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നേരെ ഒരു കയറി താമസം വിളിച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് ജസ്റ്റ് തല കാണിച്ച് നേരെ എത്രയും വേഗം ഗോവയ്ക്കുള്ള യാത്ര പോവുക എന്നുള്ളതാണ്. രാത്രിക്ക് മുന്നേ കർണാടക വനം കടന്ന് പോകുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പം കുട്ടികളെല്ലാം റെഡിയായി വന്നു. ഊട്ടിയോട് വിട പറയേണ്ട സമയം ആയിട്ടുണ്ട്. അപ്പം ബാഗും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അപ്പം എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു പഴയൊരു ഓൾഡ്, ഒത്തിരി പഴക്കമുള്ളതാണെങ്കിൽ നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം നമുക്കവിടെ വന്ന് ക്യാമ്പിങ്ങിനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. ക്യാമ്പ് ഫയറും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് വന്ന് തങ്ങാം എന്നൊക്കെ അവരോട് പറഞ്ഞ്, ജീവനക്കാരുമായിട്ടൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടുത്ത മാസം വീണ്ടും വരാം എന്നൊക്കെ പറഞ്ഞ് പതുക്കെ ഇറങ്ങുകയാണ്. അപ്പം നല്ലൊരു സ്വീകരണമായിരുന്നു അവിടെ നിന്ന് ലഭിച്ചത്. അപ്പം നല്ലൊരു പ്രോപ്പർട്ടിയാണ്. നല്ല വൃത്തിയുണ്ട്, നെറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട്. അതിന് പഴക്കമുണ്ടെങ്കിലും ആ പഴമയുടേതായിട്ടുള്ള ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് സൂക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് അതൊക്കെ പുറപ്പെടുകയാണ്. വയനാട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പം എത്രയും വേഗം അവിടെ നിന്ന് കടന്നെത്തുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങളങ്ങനെ വണ്ടി തിരിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പം കുട്ടികൾ വണ്ടിക്കകത്തിരുന്ന് തണുക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ സൺറൂഫൊക്കെ തുറന്ന് ഒന്ന് മേളിലേക്ക് കയറി നിന്നു. കാരണം ഊട്ടി ടൗണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നടക്കത്തില്ല. പോലീസുകാരുള്ളതുകൊണ്ട് റൂഫിൽ കയറി യാത്ര ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡുള്ളപ്പോഴും പറ്റത്തില്ല, കാറ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ. അങ്ങനെ കുട്ടികളൊക്കെ കയറി റൂഫിലൊക്കെ കയറി നിന്ന് പതുക്കെ ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് എടുത്ത് പതുക്കെ ഊട്ടി ടൗണിലൂടെ പുറത്തോട്ടിറങ്ങി. രാവിലെ ഒന്ന് ഉണർന്ന് വരുന്നതേ ഉള്ളൂ ഊട്ടിയൊക്കെ. അപ്പോൾ എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും പോകുന്ന വഴിക്ക് ചെറിയൊരു ടിഫിനൊക്കെ ഉള്ള സെൻറ്ററിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം എന്നുള്ളൊരു പ്ലാനിൽ പോകണം. ഊട്ടിയിൽ ചെറിയ തിരക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ പതുക്കെ ഊട്ടിയോട് യാത്ര പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നോക്കുന്നുണ്ട് എവിടെയാണ് നല്ലൊരു ഫുഡ് കിട്ടുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നിരനിരയായിട്ടുള്ള കുന്നുമുകളുള്ള കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഹോസ്പിറ്റൽ എന്താണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയൊരു കൗണ്ടർ കാണാൻ പറ്റി. ഒരു ഫുഡ് കൗണ്ടർ കണ്ട് ഞങ്ങളവിടെ നിർത്തി. രാവിലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ചൂടോട് കൂടിയിട്ട് നല്ല നീറ്റായിട്ടുള്ളൊരു ഫുഡ്, നല്ല ചെറിയൊരു കൗണ്ടറൊക്കെയാണ്. അപ്പോൾ അവരും ഇവിടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു വയനാട് ദുരന്തം കഴിഞ്ഞതിന് ശേഷം ആളുകളുടെ എണ്ണം വളരെ കുറവാണ്, കച്ചവടം വളരെ കുറവാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ നാട്ടിലുണ്ടായൊരു ദുരന്തം അവരെയും എങ്ങനെയൊക്കെ ബാധിച്ചിരിക്കുന്നു എന്നൊക്കെ അത് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഞങ്ങൾ യാത്ര തുടർന്നു. പൈൻ മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വഴികളിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അതാണ് ഊട്ടിയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നല്ല കുറേ മരങ്ങളൊക്കെ മറിഞ്ഞു വീണ് കിടക്കുന്നുണ്ട്, എങ്കിലും നല്ല യാത്രയാണ്. അപ്പം ആ കുന്നിൻ ചെരുവിലൊക്കെ ആണെങ്കിൽ പെയിൻറ്റ് പാട്ട മറിഞ്ഞ പോലെ പല കളറുകളിൽ നല്ല കട്ടിയുള്ള കളർ ഉപയോഗിച്ചാണ് അവർ പെയിൻറ്റ് ചെയ്യുന്നത്. അതൊരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് വഴി നിറയെ കുതിരകളൊക്കെ മേയുന്നുണ്ട്. കുതിരകൾ മേയുന്നു. അപ്പോൾ നോക്കുമ്പോഴത്തേനും ഒരാൾ കുറേയധികം പോത്തുകളുമായിട്ടൊക്കെ അതിന് മേയ്ക്കാനായിട്ട് രാവിലെ തന്നെ അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നിറയെ പോത്തുകൾ. അപ്പോൾ എന്തായാലും ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ ഡാം തുറന്നിരിക്കുന്ന സമയമായിരുന്നു. സാധാരണ വരുമ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ വണ്ടി നിർത്തി കുട്ടികൾക്ക് ഡാമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പം തുറന്നിരിക്കുന്ന കാണുന്നൊരു ഭംഗിയുണ്ട്, അത് രസമുണ്ടായിരുന്നു. അപ്പോൾ ആ ഡാമൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ വയനാട്ടിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ സ്ഥിരം ചായ കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. മിക്കവാറും റോട്ട് വഴി പോകുമ്പോഴെല്ലാം കുടിക്കുന്ന ഒരു ചെക്ക് ഡാമിൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു ചായക്കടയുണ്ട്. അണ്ണൻ്റെ അടുത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ച്, ഇനി അങ്ങോട്ട് കാടാണ്, അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഒന്ന് റീഫ്രഷായി. കുട്ടികളൊക്കെ ഒന്ന് ഉഷാറായി. എത്രയും വേഗം ഞങ്ങൾ കുട്ടികളാണെങ്കിൽ ഗോവയിലെത്തി വെള്ളത്തിൽ ചാടണം എന്നുള്ളൊരു ആവേശത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ എത്തും എന്നുള്ളൊരു വിചാരത്തിലാണ്. അപ്പോൾ എന്തായാലും വയനാട് ചെന്ന് ഇനി അവിടുന്ന് കർണാടക വഴിയാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് നേരെ ഹെയർ പിൻ വളവുകളും ധാരാളം ദൂരെ നല്ല ചെങ്കുത്തായിട്ടുള്ള മലകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ പതുക്കെ ഊട്ടിയോട് ഇവിടെ പറഞ്ഞ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളവുകളും തിരിവുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്നു. എത്രയും വേഗം വയനാട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല യൂക്കാലിപ്സുകളിലൊരു മരക്കൂട്ടമുണ്ട്. നല്ല രസമുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ എപ്പോഴും ഞങ്ങൾ വരുമ്പോഴും നിർത്തി ഷൂട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ്. ധാരാളം ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലമാണ്. നല്ല വലിയ ഭീമാകാരന്മാരായ യൂക്കാലിപ്സ് മരങ്ങൾ അടുക്കി നിൽക്കുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് അതിന്. അപ്പോൾ അതിൻ്റെ ഷൂട്ടൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പതുക്കെ
പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂത്തയാളാണ് കയറി വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് ചെറിയ ഷെയ്ക്കൊക്കെ വന്നത്. അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലേക്ക് അടുക്കുമ്പോൾ തന്നെ ഒരു പ്രകൃതിക്ക് പ്രത്യേക ഒരു മാറ്റമാണ്. നല്ല ഇടതൂർന്ന വനങ്ങളും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് പെട്ടെന്ന് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വയനാട് എന്ന് പറയുന്നത്. വളരെ ഭംഗിയാണ്. ചെറുപ്പകാലമൊക്കെ എനിക്ക് വയനാട്ടിലായതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് വയനാട്. അപ്പോൾ വയനാട്ടിലെ വനങ്ങളെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക്കാണ്. കാരണം ഞങ്ങൾ ഇതിൽ കൂടെയൊക്കെ പശുവിനെയൊക്കെ തീറ്റയൊക്കെ നടന്നുണ്ട് ഇത്തരം വനങ്ങളിൽ കൂടെയൊക്കെ. ഇവിടെയല്ല, വയനാട് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെയുള്ള ഓർമ്മകളാണ്. അപ്പം എനിക്ക് വളരെ ഇഷ്ടമാണ് വയനാട്ടിലേക്ക് വരാനായിട്ട്. വയനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന ഇല്ലിമരങ്ങളുടെ ഒരു കൂട്ടമാണ്. ഇല്ലിക്കാടാണ്, നല്ല ഭംഗിയാണ് അതിന്. അതുപോലെ തന്നെ നല്ല കൃഷിയിടങ്ങൾ, വയലുകളുടെ നാട് എന്ന് പറഞ്ഞാണ് അങ്ങനെ വയനാട് എന്നുള്ള പേര് വന്നതെന്നാണ് പറയുന്നതൊക്കെ. നല്ല വയലും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളങ്ങനെ വയനാട്ടിലേക്ക് എത്തി. ഓഫീസ് പണി നടക്കുന്നിടത്ത് വന്ന് പെയിൻറ്റിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. പണി കുറച്ച് ഇഴഞ്ഞാണ് നീങ്ങുന്നത്. അപ്പം പണികളൊക്കെ വേഗം തീർക്കാൻ പറഞ്ഞ് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു. പുൽപ്പള്ളിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി റൂട്ടിലുള്ള കാടാണ്. സ്ഥിരമായിട്ട് മൃഗങ്ങളെ കാണുന്ന ഒരു കാടാണ്. എപ്പം വന്നാലും ഒരു ആനയും കാട്ടുപോത്തോ മാനുകളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാഴ്ച എപ്പോഴും ഒരുക്കി വെക്കുന്ന ഒരു കാടാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും സമയക്കുറവുള്ളതുകൊണ്ട് ഇച്ചിരി വേഗത്തിലാണ് പോകുന്നത്. പക്ഷേ ഇന്ന് മൃഗങ്ങളെയൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. ഇപ്പം നല്ല ഭംഗിയുള്ളൊരു കാടാണ് ഈ ബത്തേരി പുൽപ്പള്ളി എന്ന് പറയുന്നത്. എപ്പോഴും മൃഗങ്ങളുള്ളൊരു കാടാണ്. കുട്ടികളത് കാണാനായിട്ടാണ് റെഡിയായിട്ട് നിന്നത്, പക്ഷേ നടന്നില്ല. ഇപ്രാവശ്യം മൃഗങ്ങളെയൊന്നും കണ്ടില്ല. അപ്പോൾ എന്തായാലും അവിടെ ചെന്നു. അവിടെ കയറിത്താമസം നടക്കുന്ന വീട്ടിലൊന്ന് തല കാണിച്ചു. അമ്മാവന്മാരവിടെ ഉണ്ട്. അവിടെ ഒരു അമ്മാവൻ്റെ വീട്ടിലൊന്ന് കയറി ജസ്റ്റ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഒരാളെ ഒരു കസിൻ നമ്മുടെ കൂട്ടത്തിൽ പിന്നെ ഗോവയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അവനെയും പിക്ക് ചെയ്ത് പോകാനായിട്ടുള്ള പരിപാടി. അങ്ങനെ അവനെയും പിക്ക് ചെയ്ത് ഞങ്ങൾ പതുക്കെ ചേകാടി വനം വഴി പോകാനുള്ള പ്ലാനിലാണ്. കർണാടക കാട്ടിലൂടെ കയറി അങ്ങനെ പോകാനായിട്ടാണ്. അപ്പോൾ തിരുനെല്ലി വഴി അങ്ങനെ കടന്ന് പോകാനായിട്ട് ഞങ്ങൾ കയറി വന്നു. അങ്ങനെ ചേകാടി വനത്തിലേക്ക് കയറി. ചേകാടി വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആനയുടെ ശല്യമുള്ള സ്ഥലമാണ്. ആന ഇവിടെ ഭയങ്കര ഉപദ്രവകാരികളായ ആനകളുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ചേകാടി വനത്തിലൂടെ അല്പം ഭയത്തോടെയാണെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നല്ല ഭംഗിയാണ്. ഇവിടെ തോന്നുന്നു നിൽക്കുന്ന കാട്ടുവള്ളികളും എല്ലാം കൂടി ആയിട്ട്. അപ്പം ഞങ്ങൾ ചെറുപ്പത്തിലെ കാട്ടുവള്ളിയിൽ കയറി ആടുന്ന കഥകളൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ഭയങ്കര നല്ല കാട്. അപ്പം കാട്ടുപള്ളികൾ ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ആനേനെ കണ്ടു. ആന അവിടെ നിന്ന് നടക്കുന്ന കണ്ടു. പക്ഷേ ആനയുടെ ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ അത് റെക്കോർഡായില്ല. അപ്പം അവിടെ നല്ല വനത്തിനോട് ചേർന്ന് നല്ല കൃഷിയൊക്കെ ഉണ്ട്. പക്ഷേ പന്നിയൊക്കെ കയറാതിരിക്കാനായിട്ട് ഗ്രീൻ നെറ്റൊക്കെ അടിച്ചാണ് ഇപ്പോൾ അവർ കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞങ്ങളങ്ങനെ പതുക്കെ കർണാടകയിലേക്ക് കിടക്കാനുള്ള പരിപാടികൾ കർണാടക വനത്തിലേക്ക് കയറുകയാണ്. അപ്പം അങ്ങനെ എനിക്ക് തിരുനെല്ലി കാടുകളൊക്കെ കടന്നു അങ്ങനെ പോകുന്നു. അപ്പോൾ കർണാടകയിലേക്ക് കയറി. ഇനി അങ്ങനെ അവിടെ വനാതിർത്തിയിലൊരു ചെറിയ ചായക്കടയിൽ നിർത്തി നല്ലൊരു നാടൻ ചായയും കടികളൊക്കെ കഴിച്ചു. കുട്ടികൾ ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ പതുക്കെ കർണാടകയിലേക്കുള്ള യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ധാരാളം മാനുകളെയൊക്കെ കണ്ടു. കാട്ടിൽ വയനാട്ടിലേക്കുള്ള യാത്രകളുടെ ഇടയിലൊരു പ്രത്യേകതയാണ്. ധാരാളം മൃഗങ്ങളെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ലൈവായിട്ട് കുറേ മൃഗങ്ങളെയൊക്കെ കണ്ട് പിള്ളേരെല്ലാം ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു കൂർഗിലേക്കുള്ള കൊടക് അങ്ങനെ വഴി പോവുകയാണ്. അപ്പോൾ അവിടെ ധാരാളം കാപ്പിത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. കാപ്പിത്തോട്ടങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഞങ്ങൾ രാത്രിയോട് കൂടിയിട്ട് ഞങ്ങൾ കർണാടകയുടെ ഏതാണ്ട് പകുതിയോളം എത്തിയപ്പോഴത്തേനാണ് വിനായക ചതുർത്ഥിയുടെ ആഘോഷങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. DJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടിച്ചു പോകുന്ന വെട്ടവും കാതടിപ്പിക്കുന്ന ശബ്ദമൊക്കെ ആയിട്ട് അതിഗംഭീര പരിപാടിയാണ്. ഒരു വിഗ്രഹ നിമഞ്ജനത്തിനായിട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. ചെറുപ്പക്കാരെല്ലാം ഭയങ്കര ആഘോഷത്തിലാണ്. ഒരു പ്രകാരത്തിലാണ് അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയത്. കാരണം ഈ വണ്ടിക്ക് പൊതുവെ കിയ കാർണിവൽ ആയതുകൊണ്ട് തന്നെ പൊതുവെ ഇച്ചിരി വീതി കൂടുതലാണ്. ആ വഴിയിൽ ആളുകൾ നിറഞ്ഞൊഴുകുന്നതിനിടയിൽ കൂടെ ഈ വണ്ടി ഒന്ന് ഇറക്കിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇച്ചിരി കുറവുള്ളത് കൊണ്ട് തന്നെ കാട്ടിലേക്ക് ഇറക്കിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എങ്ങനെയായാലും ഒരു വിധത്തിൽ കടന്നു കിട്ടി. കാരണം ഇന്ന് രാത്രി മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ യാത്രയാണ്. നേരെ രാവിലെ ഗോവയിലെത്തുക. രാവിലെ ഒരു 10-11 ഗോവ പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ യാത്രയിൽ ഷൂട്ട് അധികം ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഞങ്ങളവിടെ വന്നു. പിന്നെ ഇടയ്ക്കുന്ന ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഗോവയിലേക്കുള്ള യാത്ര തുടർന്ന്. നല്ല മഞ്ഞാണ്. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.